ഹലോ എവരി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മളുള്ളത് വയലാറ്റ് മഹേന്ദ്രയുടെ ഷോറൂമാണ്. അതായത് മരടിൽ നിന്ന് ടുവേർഡ്സ് വൈറ്റില പോകുന്ന നമ്മുടെ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ഷോറൂം. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ആദ്യത്തെ വീഡിയോകളിൽ ഒന്നായിരുന്നു XUV 400 വീഡിയോ. അതിന്റെ ഇപ്പം 2024 മോഡല് വന്നിട്ടുണ്ട്. നമുക്ക് ആ വെഹിക്കിളിൽ ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ വെഹിക്കിൾ ഇതേണ്ട്. നമുക്ക് ഫ്രണ്ട് ഡിസൈനിൽ അങ്ങനെ നമുക്ക് എക്സ്റ്റീരിയറിൽ അങ്ങനെ വലിയ മാറ്റങ്ങളില്ല. ഒന്ന് രണ്ട് ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ എക്സ്റ്റീരിയറിലുള്ളത് വെഹിക്കിളിന്. ആ ഒന്ന് രണ്ട് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ എക്സ്റ്റീരിയറിൽ മേളിലായിട്ട് ബാക്കിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആന്റിന വന്നിട്ടുണ്ട്. പിന്നെ EV എന്നുള്ള ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് പുറമേ ഉള്ള മാറ്റം. അല്ലാണ്ട് മോഡലിൽ ഒരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വെഹിക്കിളിൽ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആ രണ്ട് ഷാർക്ക് ഫിൻ ആന്റിനയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. യെസ്. അപ്പൊ ബാക്കിലത്തെ ഞാൻ ഒന്ന് രണ്ട് കാര്യം വളരെ മൈനോട്ടുള്ള മാറ്റങ്ങളുള്ളൂ. മെയിൻ ആയിട്ട് നമുക്ക് പറ്റുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു ഷാർക്ക് ഫിൻ ആന്റിനയാണ്. നേരത്തെ നോർമൽ ഒരു ആന്റിന ആയിരുന്നു വന്നിരുന്നത്. ഇപ്പൊ ഷാർക്ക് ഫിൻ ആന്റിന വരും. നല്ല വിസിബിൾ ആയിട്ട് തന്നെ കൊടുത്തേക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുണ്ട്. നല്ല സൈസിലാണ് വരുന്നത്. പിന്നെ താഴേക്ക് വരുന്നുണ്ട് ഇവിടെ EV എന്നുള്ള ഈ ഒരു ബാഡ്ജിങ്. ഇതാണ് മെയിൻ ആയിട്ടും. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ എക്സ്റ്റീരിയറിലുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് നമുക്ക് പറയാം. ബാക്കി എല്ലാ മാറ്റങ്ങളും സംഭവിച്ചേക്കുന്നത് നമുക്ക് ഇന്റീരിയറിലാണ്. നമുക്കപ്പോ ഇന്റീരിയർ ചെക്ക് ചെയ്യാം. യെസ്. അപ്പം മഹേന്ദ്ര XUVയുടെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്റീരിയറിലാണ്. ഇന്റീരിയറിൽ ഇപ്പൊ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഡ്യുവൽ ടോൺ ആയിട്ടുള്ള രീതിയിലാണ് ഡാഷ്ബോർഡ് വന്നത്. ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി റീവർക്ക്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. നേരത്തെ ഡാഷ്ബോർഡും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് വന്നേക്കും. അപ്പൊ ആ ഡാഷ്ബോർഡിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ടും വന്നേക്കുന്നത്. മെയിൻ ആയിട്ടും ബ്ലാക്കും ഈ ഒരു ഐവറി കളറുമായിട്ടാണ് നമുക്ക് രണ്ട് കളറിലാണ് ഡാഷ്ബോർഡ് വന്നേക്കുന്നത്. നമുക്ക് ഈ ഡാഷ്ബോർഡിൽ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇങ്ങനെ ഒരു ചെറിയൊരു എലമെന്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ XUV 400 EV ആണെന്നുള്ളതിന്റെ മഹേന്ദ്രയുടെ വെഹിക്കിളിന് വരുന്ന ഈ ഒരു കോപ്പർ കളർ അതിങ്ങനെ ബാഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ AC വെന്റ്സിന് ചുറ്റുമായിട്ട്. പിന്നെ മെയിൻ ആയിട്ടും ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു നമ്മുടെ ഇൻഫോർടൈൻമെന്റ് ആണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പൊ വന്നേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിൽ പെടുന്നത് അത് തന്നെയാണ്. കാരണം നല്ല, അതായത് 12.25 ഇഞ്ചിന്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ചുറ്റിനും നമുക്ക് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നതും. പിന്നെ നല്ല ടച്ച് ഇൻഫോർടൈൻമെന്റ് ആണ്, നല്ലൊരു ടച്ച് ഇൻഫോർടൈൻമെന്റ് ആണ്. അതിനകത്ത് റേഡിയോ കാര്യങ്ങളൊക്കെ അറിയാം. EVയുടെ സ്റ്റാറ്റിക്സ് അറിയാൻ പറ്റും. അതിന്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതിന്റെ ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ സ്മൂത്ത് ആണ്. കണ്ടിപ്പോ ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ നാവിഗേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് വന്നിട്ടുണ്ട്. അത്തരം കാര്യമാണ്. പിന്നെ ഇതിനകത്ത് അഡ്രിനോക്സ് വരുന്നുണ്ട്. നേരത്തെ ഇതിനകത്ത് ബ്ലൂ സെൻസ് ആയിരുന്നു നമ്മുടെ പഴയ പ്രീവിയസ് XUV 400 വന്നുകൊണ്ടിരുന്നത്. ബ്ലൂ സെൻസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ആയിരുന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ അഡ്രിനോക്സ് വരുന്നുണ്ട്. അതായത് XUV 700ക്കും സ്കോർപിയോനിലും ഒക്കെ വരുന്ന ആ ഒരു ആപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. ആ ആപ്പ് വഴി നമുക്ക് വണ്ടിയുടെ ലൈവ് ട്രാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അറിയാം. പിന്നെ വണ്ടി AC ഓൺ ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് മൊബൈലിലൂടെ ഉള്ള ഒരു കണക്റ്റഡ് ഒരു ആപ്പാണത്. പിന്നെ നമുക്ക് നേരെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഫിസിക്കൽ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വീണ്ടും കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഡ്രൈവ് മോഡിന്റെ ആ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഇവിടെ താഴേക്ക് ഡ്യുവൽ സോൺ AC വരുന്നുണ്ട്. ഇതും മറ്റൊരു ഇപ്പൊ പുതിയൊരു ഇതായിട്ട് നേരത്തെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡ്രൈവർ സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതിന്റെ നമുക്ക് ഇവിടെ കാണാം. കണ്ടോ, ചെറിയൊരു സ്ക്രീനിൽ വിസിബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെ നല്ല വലുപ്പത്തിൽ തന്നെ AC ഫാനിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ. പിന്നെ നമുക്കിപ്പം വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതിന്റെ വേണ്ട സ്ലോട്ടാണ് ഈ കാണുന്നത്. പിന്നെ മെയിൻ ആയിട്ടും ഈ സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് വന്നിട്ട് നേരത്തെ നമുക്ക് വേറൊരു മോഡലായിരുന്നു. ഇപ്പൊ നമുക്ക് XUV 700 ഒക്കെ വരുന്ന അതേ ആ പുതിയൊരു സ്റ്റിയറിംഗ് വീലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്റ്റിയറിംഗ് നല്ല കംഫർട്ടബിൾ പിടിക്കാവുന്ന രീതിയിൽ ലെതർ റാപ്ഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ
കോപ്പർ ഫിനിഷ്, ആ ഒരു കോപ്പർ കളറിലാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ക്രൂസ് കൺട്രോള് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നമുക്ക് ടെലിഫോണിക് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഈ ട്വിൻ പീക്സ് ലോഗോയ്ക്ക് ചുറ്റിനും കണ്ട ആ ഒരു ബ്ലൂ ഒരു ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവര്. നേരെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 12.25 ആണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ സൈസ് വരുന്നത്. ഇത് രണ്ടും സെയിം ആണ്. ഇൻഫർടൈൻമെന്റും 12.25 ആണ്. ഇൻസ്ട്രുമെന്റ് നമ്മുടെ ക്ലസ്റ്ററും വന്നിട്ട് 12.25 ആണ്. റൈറ്റ് സൈഡിൽ നമ്മുടെ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന അതിന്റെ പവറും അതിന്റെ കാര്യങ്ങളാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡ് നമ്മുടെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിവിടെ ഡ്രൈവർ ഇൻഫോ, വെഹിക്കിൾ ഇൻഫോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാം. ബാറ്ററിയുടേത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. പിന്നെ നാവിഗേഷൻ വരുന്നുണ്ട് കണ്ടോ. ഇതിനകത്ത് നമുക്ക് നാവിഗേഷൻ കാണാൻ പറ്റും കണ്ടോ. ഇങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് അതിനകത്ത് കാണാം. ഇതാണെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിൽ വലുതാക്കാനും പറ്റും. വലുതാക്കാവുന്ന രീതിയിൽ നമുക്ക് വലിയ രീതിയിൽ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കാണാൻ പറ്റും. ആ രീതിയിലും കൂടാണ് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ സെൻട്രൽ കൺസോൾ ഉണ്ട്. നല്ല ഭംഗിയിൽ ആ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് നല്ല രീതിയിൽ അത് ഡിസൈൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാൻ. പിന്നെ നമ്മുടെ ഈ ഗിയറിന് ചുറ്റിനും അവിടെ നമുക്ക് ഈ ഒരു കോപ്പർ കളർ കാണാം. പിന്നെ AC വെന്റിലും ഒക്കെ കാണാം. അത് ആ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊടുത്തതാണ്. പിന്നെ ഇവിടെ 2 USB പോർട്ടും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽ അവിടെ നമുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നേരത്തെ ഡോർ ഹാൻഡിൽ പോലല്ല ഇപ്പൊ വന്നേക്കുന്നത്. ഡോർ ഹാൻഡിലിൽ അവിടെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് ആ ഡോർ ഹാൻഡിലിൽ. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ നേരത്തെ പോലെ തന്നെ നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നേരത്തെ ആ സൺറൂഫ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് സൺ ഗ്ലാസ് ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ പോലെ തന്നെ കണ്ടിന്യൂസ് ആവുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീറ്റിന്റെ കളറും, അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഐവറി കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സീറ്റും ടോട്ടലി ആ ഒരു ഐവറി കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന്റെ ഒരു മെയിൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലായതിന്റെ ഒരു വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അപ്പ് മാർക്കറ്റ് ആയ ഫീലാണ് എനിക്ക് ഈ വണ്ടിക്കകത്തോട്ട് കയറി ഇരുന്നപ്പോൾ. ഒരു പ്രീമിയംനെസ് കൂട്ടി, ഒരുപാട് കുറച്ചുകൂടെ ഒരു പ്രീമിയം കാറിനകത്തിരിക്കുന്ന ആ ഒരു പ്രീമിയംനെസ് നമുക്ക് നല്ല രീതിയിൽ വണ്ടിക്കകത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു ഡ്യുവൽ ടോൺ കളർ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറി ഇരുന്നപ്പോൾ പക്ക ഒരു പ്രീമിയം ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ അപ്പ് മാർക്കറ്റ് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ഒരു ഡ്യുവൽ ടോൺ വന്നപ്പോഴത്തേക്കിനും ഒന്നുകൂടെ അത് അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സീറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. യെസ്, നമ്മുടെ XUV400 ബാക്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് പ്രധാനപ്പെട്ട മാറ്റം വന്നേക്കുന്നത് ബാക്കിൽ നമുക്ക് AC വെന്റ്സ് വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, ആ ഒരു കോപ്പർ ഫിനിഷിലൊക്കെ നല്ല ഫിനിഷിലാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനൊക്കെ. 2 AC വെന്റ്സ് വന്നിട്ടുണ്ട്. താഴെ ഇവിടെ നമുക്കൊരു മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ Type C പോർട്ട് ഉണ്ട്. ഏറ്റവും താഴെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഫയൽസും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ അത് അങ്ങനെ ഒരു ബാൻഡ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഞാൻ ഈ പറഞ്ഞ പോലെ ഡോറിലും ഫ്രണ്ടിലത്തെ ഡോർ പോലെ ബാക്കിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നല്ല ഡാർക്ക് ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ആ ഡോർ ലിവറിലൊക്കെ. പിന്നെ ഈ ബാക്കിലും നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇതൊക്കെ ആ ഒരു ഡ്യുവൽ ടോൺ ആ ഡോറിലും അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബ്ലാക്കും ഈ ഐവറി ഫിനിഷിലുമാണ് ഡോറിൽ കൊടുത്തേക്കുന്നത്. ആ സൈഡിലെ ഡോർ കാണിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവും. നല്ല ആ ഒരു ഫിനിഷ് ആൻഡ് ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് എല്ലായിടും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹാൻഡ് റെസ്റ്റിന്റെ ആ ഒരു ഭാഗത്തൊക്കെ അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഒന്നുകൂടെ ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ബോട്ടിൽ ഹോൾഡർ ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട ഇവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. 3 പേർക്ക് 3 പാസഞ്ചേഴ്സിനും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള 3 ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യെസ്, അപ്പൊ നമ്മുടെ 2024 XUV400 വിശേഷങ്ങൾ അത്രയൊക്കെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.